പനീർ പക്കാട തയ്യാറാക്കുന്നതും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാതെ കാണൂ. നിങ്ങളും തയ്യാറാക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഹലോ, ഹായ്, എല്ലാവർക്കും ശുഭദിനം. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പനീർ കൊണ്ട് പൊക്കവട ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. ഒരു റെസിപ്പി വെറൈറ്റി ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചെറിയ പീസ് വീഡിയോന് വേണ്ടി മാത്രമാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു ചെറിയൊരു പീസ് പനീർ, അതിനു വേണ്ടി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇത് മുളക് പൊടി മസാലയും ചേർന്നിട്ടുള്ള പൊടിയാണ്. ചാറ്റ് മസാലപ്പൊടി, കസൂരി മേന്തി, ഇത്രയും സാധനങ്ങൾ ഈ പനീറിൽ മിക്സ് ചെയ്ത് ആദ്യം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് കടലപ്പൊടി, കോൺഫ്ലവർ, ചാറ്റ് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറി മസാലപ്പൊടി, പിന്നെ ഇത് കോൺഫ്ലെക്സ് ആണ്. ഇത് കൈ കൊണ്ട് നമ്മൾ ഉള്ളതിനെ മിക്സിയിൽ പൊടിക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ പൊടിച്ചാൽ നല്ലോണം പൊടിഞ്ഞു പോകും. നല്ലോണം പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇതേമാതിരി കോൺഫ്ലെക്സിനെ കൈ കൊണ്ട് പൊടിച്ചു വെച്ചതാണ്. ഇത്രയാണ് ഉപയോഗിക്കുന്നത്. ഒരു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുമ്പോഴും ജോലിക്ക് പോയി വരുന്ന ആളുകൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയത് നല്ലൊരു ഈവനിങ് സ്നാക്ക്. അതും വെജിറ്റേറിയൻ ആയാലും നോൺ ആയാലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതുമാണ്. അതുകൊണ്ട് കാണണം, നിങ്ങളും തയ്യാറാക്കാൻ നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. ഇപ്പോൾ മഴ നല്ലോണം പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേമാതിരി നല്ല നല്ല കടി നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നതുമായിരിക്കും. അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു പനീർ കൊണ്ട് പൊക്കാട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. ആദ്യം നമുക്ക് പനീരിനെ കട്ട് ചെയ്യാം. ക്യൂബ്സുകളാക്കി കട്ട് ചെയ്യുക. ഇത് പനീറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടാം. ഞാൻ ചെറിയൊരു വീഡിയോന് വേണ്ടി മാത്രമായിട്ട് ചെറിയൊരു പീസ് എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു ലേശം ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ ചെയ്തോളൂ. ഞാൻ ലേശം കേടാണ് ഉപയോഗിക്കുന്നത്. ലെമണും ഉപയോഗിക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് കസൂരി മേന്തി, ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് വേറൊരു ബാറ്റർ കൂടി തയ്യാറാക്കണം. കടലമാവ്, കോൺഫ്ലവർ,
ചാറ്റ് മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത് മുളക് പൊടി മസാലപ്പൊടിയാണ്, അതും ലേശം ചേർക്കാം. കുറേശ്ശെ വെള്ളം ചേർക്കാം. നമ്മൾ ബജ്ജിക്കും ഒക്കെ മിക്സ് ചെയ്യല്ലേ, ആ അളവിന് വേണം ബാറ്റർ റെഡിയാക്കാൻ. ഇതുമാതിരി കോർക്കും കൊണ്ട് ചെയ്തേക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ലേശം വെള്ളം ഒന്ന് മാറ്റണം, ഇത്ര വെള്ളം പാടില്ല, ലേശം വെള്ളം അധികമായി. ഒഴിച്ചത് പാകന്നെയായിരുന്നു, അധികമാകുമോ എന്ന് വെച്ചിട്ട് ഞാൻ മാറ്റിയതാണ്. ഇത്ര മതി. ഇനി നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച പനീരിലേക്ക് ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഒഴിക്കുക. ഇത്ര മതി. നമ്മുടെ ഇതൊന്ന് ഓരോ പീസസ് എടുക്കുക. എന്നിട്ട് ബലം പിടിക്കരുത്, എല്ലാവരും ഇങ്ങനെ ഓരോന്നായിട്ട് തയ്യാറാക്കി വയ്ക്കുക. എല്ലാം ഇതേമാതിരി റെഡിയാക്കി വയ്ക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നന്നായി ചൂടായി, എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇടുക.
പനീർ കൊണ്ട് പൊക്കോട. സിമ്മാക്കി വെച്ച് മീഡിയം, നല്ലോണം സിമ്മാക്കണ്ട, മീഡിയത്തിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലാണ് ഉള്ളു നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഇത് ക്രിപ്സി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചായയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാം തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായി എല്ലാ സൈഡും ഒരേമാതിരി വേവിച്ചെടുക്കുക. രണ്ട് സൈഡിട്ട് നന്നായി മൂത്തിഞ്ഞത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഇട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ട് എണ്ണമെഴുക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി ബാലൻസ് ഉള്ളതും കൂടി റെഡിയാക്കുക. ബാലൻസ് ഉള്ള പനീറും കൂടി അതേമാതിരി ഇട്ട് ഫ്രൈ ആക്കി ഇതും കൂടി വാങ്ങാം. പനീർ പക്കോട റെഡി. നിങ്ങൾ തയ്യാറാക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനമാണ് എൻ്റെ ഓരോ വീഡിയോസും. അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ, താങ്ക് യു, ബൈ.